ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചക്ക കൊണ്ട് തയ്യാറാക്കിയ തനി നാടൻ വിഭവമായി ഇടിച്ചക്ക തോരനാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത്. ചോറിനൊപ്പമോ ഇത് മാത്രമായി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ചക്കപ്പുഴുക്കും കറിയൊക്കെ നമ്മൾ ഉണ്ടാക്കുമെങ്കിലും ഇടിച്ചക്ക തോരൻ അതിൽ നിന്നൊരു വ്യത്യസ്തമായ രുചിയാണ് നമ്മൾക്ക് തരുന്നത്. ഇന്ന് നമ്മൾ വളരെ സിമ്പിളായിട്ട് ഒരു ട്രഡീഷണൽ ഇടിച്ചക്ക തോരനാണ് ഇന്ന് തയ്യാറാക്കുന്നത്. എങ്ങനെയാണ് പെർഫെക്റ്റ് ആയി ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ഇതുപോലെയുള്ള നല്ല റെസിപ്പികൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇതുപോലത്തെ ചെറിയ ചക്കയാണ് എടുക്കേണ്ടത്. തൊലി ചെത്തുന്നതിന് മുൻപ് കയ്യിൽ നല്ലതുപോലെ വെളിച്ചെണ്ണ പുരട്ടണം. അതിനുശേഷവും ഇതുപോലെ നമ്മൾ തൊലി ചെത്തിയെടുത്തിട്ടും ചക്കയുടെ പുറത്ത് നല്ലതുപോലെ വെളിച്ചെണ്ണ തേക്കണം, അല്ലെങ്കിൽ അതിൻ്റെ കറ നമ്മുടെ കയ്യിലാവും. അതിനുശേഷം ഇതുപോലെ വട്ടത്തിൽ ചെത്തിയെടുത്തിട്ട് ഇങ്ങനെ കുഞ്ഞു കഷ്ണങ്ങളായിട്ട് ആണ് നമ്മൾക്ക് അരിഞ്ഞെടുക്കേണ്ടത്. ചക്കക്കുരുവും ചകിണിയും പൂഞ്ഞിയും, അതായത് ചക്കയുടെ ആ ഉള്ളില് ഹാർഡായിട്ടുള്ള ഭാഗവും ചക്കച്ചുളയും എല്ലാം നമ്മൾ ഇതിന് തോരന് വേണ്ടി എടുക്കും. ഒന്നും നമ്മൾ വേസ്റ്റ് ചെയ്യാറില്ല. ഇതുപോലെ അരിഞ്ഞെടുത്തതിന് ശേഷം നമ്മൾ കുക്കറിലാണ് ഇത് വേവിച്ചെടുക്കുന്നത്. ഇത് നമ്മൾക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത് ഇതിലേക്ക് വേണ്ടി നമ്മൾ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചാണ് നമ്മൾ ഇത് വേവിച്ച് എടുക്കുന്നത്. നമ്മൾക്ക് ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എടുക്കാം. ചെറുള്ളി 15 എണ്ണമാണ് എടുത്തിരിക്കുന്നത്. ഇതുപോലെ ചതച്ചെടുക്കണം. വെളുത്തുള്ളി 1 ഉണ്ടയാണ്, അതും നമ്മൾക്ക് ചതച്ചെടുക്കണം. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് വറ്റൽമുളക് ചതച്ചത് 1 ടീസ്പൂണും കറിവേപ്പില 3 തണ്ടും ആണ് എടുത്തിരിക്കുന്നത്. അതിനുശേഷം തേങ്ങ ചെറുകിയത് വേണം. അത് 1 കപ്പാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. അപ്പോഴത്തേക്കും നമ്മുടെ ചക്ക വെന്ത് വന്നിട്ടുണ്ട്. വെന്ത് വന്നു കഴിയുമ്പോൾ ചക്കയിൽ വെള്ളം ഉണ്ടെങ്കിൽ ആ വെള്ളം എടുക്കേണ്ട. ഇത് നമ്മൾ കറക്റ്റ് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് നമ്മുടെ ചക്ക വെന്ത് വന്നപ്പോൾ അതിൽ വെള്ളം ഉണ്ടായിരുന്നില്ല. ഇനി വെള്ളം ഉണ്ടാവുകയാണെങ്കിൽ ആ വെള്ളം എടുക്കാതെ ചക്ക മാത്രമായിട്ട് എടുത്ത് ഇതുപോലെ ചക്ക ഒന്ന് ഉടച്ചെടുക്കണം. നമ്മളിവിടെ തവിയും കൊണ്ടാണ് ഇതൊന്ന് ചെറുതായി ഉടച്ചെടുക്കുന്നത്. ഇനി മിക്സിയിൽ അടിക്കുകയാണെങ്കിൽ ഒന്ന് ജസ്റ്റ് പൾസ് ചെയ്താൽ മതിയാകും. അരിഞ്ഞു പോവാതെ അത് നോക്കി വേണം ചെയ്യാനായിട്ട്. അതിനുശേഷം ഇതുപോലെയാണ് നമ്മൾ ചക്ക തവി കൊണ്ട് ഉടച്ചെടുത്തിരിക്കുന്നത്, ഇതുപോലെ കുഞ്ഞതായിട്ട്. പിന്നെ ഒരു പാത്രം അടുപ്പത്ത് വെച്ചതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി കഴിയുമ്പോൾ നമ്മൾ ചതച്ച് വെച്ച ഇൻഗ്രീഡിയൻസിൽ വെളുത്തുള്ളിയും കുഞ്ഞുള്ളിയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇട്ടുകൊടുത്ത് നമ്മൾ ഇതിൽ കറിവേപ്പിലയും കൂടെ ഒന്ന് ചതച്ചാണ് ചേർത്തിരിക്കുന്നത്. അത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. ഒരു നല്ല ഗോൾഡൻ കളർ ആകുമ്പോഴാണ് നമ്മൾ ഇതിലേക്ക് വറ്റൽമുളക് ഈ ഒരു കളറ് ആവുമ്പോഴാണ് നമ്മൾ വറ്റൽമുളക് ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം വറ്റൽമുളക് ഇട്ട് കൊടുത്ത് ആ വറ്റൽമുളക് ഒന്ന് മൂത്ത് വരുന്നത് വരെ ഒന്നും കൂടെ നന്നായി നമ്മൾ മിക്സ് ചെയ്ത് കൊടുത്ത് അതിലേക്ക് ബാക്കി 2 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് അത് ഒന്ന് നന്നായി അതിൻ്റെ വെള്ളം പൊട്ടിക്കഴിയുമ്പോൾ നമ്മൾ എടുത്തു വെച്ച തേങ്ങ നമ്മൾ ഇട്ട് കൊടുത്ത് ഇതും നന്നായി തേങ്ങ നന്നായി ഒന്ന് മൂത്ത് വരുന്നത് വരെ വഴറ്റി കൊടുക്കുക. ഈ തേങ്ങയുടെ ഈ കളറൊക്കെ മാറി ഒരു റെഡിഷ് കളർ വരുമ്പോൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചക്ക അതിലേക്ക് ഇട്ട് കൊടുക്കുക. നന്നായി മിക്സ് ചെയ്ത് നമ്മൾക്ക് യോജിപ്പിച്ചെടുക്കാം. ഇത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾക്ക് തീ ഓഫ് ചെയ്യാം. ഇങ്ങനെ നമ്മൾക്ക് രുചികരമായ ഇടിച്ചക്ക തോരൻ തയ്യാറാക്കാം. എല്ലാവരും ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടമായി ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യാൻ മറക്കല്ലേ. പുതിയൊരു റെസിപ്പിയുമായി കാണാം. എല്ലാവർക്കും നന്ദി.